അയാനെ കാണുമ്പോൾ എനിക്ക് ഷാബിയെ കണ്ട പോലെ തന്നെ തോന്നുക. ഷാബിയുടെ ചെറുപ്പകാലമൊക്കെ ഷാബിയും അയാനെ പോലെ തന്നെയായിരുന്നു. അവൻ്റെ കൈ കൊണ്ടുള്ള ചേഷ്ടകളും ഒരിടത്ത് ഒതുങ്ങിയിരിക്കാതെയും അല്ലാതും വലിച്ചിട്ടിട്ടും ഒക്കെ ആ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഷാബിയും കടന്നുപോയത്. അവന് ഒരു കടലാസ് കണ്ടു കഴിഞ്ഞാൽ ഷാബി ചെറുപ്പത്തിൽ പിച്ചി പിച്ചി ചെറുതായി മുറിച്ചിട്ടിട്ട് അതിങ്ങനെ മേലെന്ന് താഴത്തേക്കിടും. അതാണ് അവനതൊക്കെ ആസ്വദിക്കുകയാണ്. ഗ്ലാസ് എടുത്തിട്ട് ഉയർത്തി താഴത്തേക്കിടും. ആ ചില്ലുകൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചിന്നിച്ചിതറന്ന് കാണുമ്പോൾ അവനിക്ക് അതൊക്കെയായിരുന്നു ഇതൊക്കെ ഒരു ബിഹേവിയർ പ്രോബ്ലംസ് തന്നെയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇവനെന്ത് വികൃതിയാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നുക. പിന്നീടാണ് ഇതൊക്കെ ഒരു ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് ആണെന്നും ഇങ്ങനെയാണ് ഇവരുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത്. ചെറുപ്പത്തിൽ മോന് ഞങ്ങൾ രണ്ടുപേരും ഗൾഫിലായിരിക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് ഉപ്പ പോകുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിയിട്ട് അവൻ്റെ രണ്ട് കൈ കൊണ്ടും പിടിച്ചിട്ട് രണ്ട് കൈ പിടിച്ച് എൻ്റെ അടുത്ത് കാല് പിടിച്ച് ഇങ്ങനെ ആട്ടാൻ പറയും, ഊഞ്ഞാലാട്ടുന്നത്. സത്യത്തിൽ അന്ന കാലത്ത് അവനിക്ക് ഈ പ്രശ്നം, ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്കൊക്കെയും ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഊഞ്ഞാലാടുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് അവർ ആസ്വദിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നത് പോലെ അല്ല. ഓട്ടിസമുള്ള ഒട്ടുമിക്ക കുട്ടികളോട് ചോദിച്ചാലും അവരുടെയൊക്കെ ഒരു ഇഷ്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത്. അവരുടെ സെൻസറി പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവനക്ക് ഇങ്ങനെ ഇഷ്ടമായിരുന്നു. അതായത് അവൻ്റെ ബോഡിയെ ഇങ്ങനെ ഞാൻ രണ്ട് കൈ പിടിക്കും, അശോക് കാല് പിടിക്കും, എന്നിട്ട് ഇങ്ങനെ രാരീരോ എന്ന് പറയും. അവർക്ക് കടയിൽ പോകാൻ നേരമായി കഴിഞ്ഞാൽ മൂപ്പര് വേഗം വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ, ഇതൊന്നും ഒരു ബുദ്ധിയില്ലാത്ത കുട്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലോ. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ഇവനൊരു പ്രശ്നമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കുക. സ്കൂൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും പറയുമായിരുന്നു, ഇങ്ങനൊരു അവസ്ഥയാണെന്നോ ഇതൊന്നും പറയില്ല. അവർ പറയും കുട്ടികളുടെ ബാലവാടി കൊണ്ടാക്കിയാൽ മതി, അപ്പം മാറിക്കോളും. ഞാൻ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയാണെന്ന് ഒരു നിമിഷം പോലും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിൻ്റെ അനിയൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇവൻ്റെ ചേഷ്ടകളൊക്കെ കണ്ടപ്പോൾ ഇവനെന്തോ പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണിക്കണമെന്ന്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സിന് പോലും ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയ അറിവില്ലാത്തത് കാരണം അവർ വളരെ നിസ്സാരമായിട്ട് അതിനെ ഇഗ്നോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു സിനിമാ കഥ പോലെ ജീവിതം ആകെ മാറി മറിഞ്ഞത്. കടന്നു വന്ന വഴികളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മോനെക്കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾ കൂടെ കൂടുകയാണെങ്കിൽ മാത്രം കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.